ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇവിടെ വേറെ ആരില്ല കൈയടിക്കാൻ, അതാണ് ഞാൻ ഒറ്റയ്ക്ക് കൈയടിച്ചത്. ഇതൊക്കെ കറക്റ്റ് അല്ലേ? അപ്പം ഇന്ന് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പേ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ എന്തായാലും ഇവിടെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയാണ്. കാരണം പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ സേഫാണ്. പിന്നെ ദൈവം സഹായിച്ചെന്നും ഹാപ്പിയാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും. ഭയങ്കര ചൂട്. ഫാൻ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫാൻ കറങ്ങി കഴിഞ്ഞാൽ കട 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 സൗണ്ട് ഉണ്ടാവും. അത് നമ്മുടെ വീഡിയോയ്ക്കൊരു ഡിസ്റ്റർബൻസ് ആവും ഗൈസ്. അതുകൊണ്ട് വേണ്ട. ഇന്ന് ഞാൻ എന്ത് വീഡിയോ ചെയ്യാനാണ് വന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടി കാണും അല്ലേ? അത് പറയാം, കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും. അതിനു മുമ്പ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനൊന്നും ഞാൻ മറക്കാൻ പാടില്ലല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അത് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എനിക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വീഡിയോനെ പറ്റി പറയാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്തായാലും മനസ്സിലായി കാണും. ഇനിയിപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാനൊരു ക്ലൂ തരാം. എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഇനി മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീരീസ് അല്ല കേട്ടോ, സീരീസ് അല്ലാത്ത വേറൊരു വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്നെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ? ഓർമ്മയില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ Q&A ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ബുക്ക് വേറെ ഒന്നല്ല, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചതാണ്. ബുക്ക് കണ്ട് പേടിക്കണ്ട. ഈ ബുക്ക് മൊത്തം ക്വസ്റ്റ്യൻസ് അല്ല, ഇതിലൊരു 3-4 പേജ്. ചെറിയ ബുക്കാണ്, ചെറിയ പേജാണ്, അതുകൊണ്ടാണ് 3-4 പേജ്. പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇതൊരു ലെങ്ത് കൂടിയ വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് മാക്സിമം നിങ്ങളെ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വലിച്ചു നീട്ടി പോകുന്നില്ല. ഈ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറും എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അങ്ങനെ കൊള്ളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ 2 സെക്ഷനായിട്ടായിരിക്കും വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ഇതിന് സ്പീഡ് കൂടുതലാണല്ലേ. നമുക്ക് നോക്കാം, 2 സെക്ഷനായിട്ട് ചെയ്യണോ അതോ എല്ലാം ഇതിൽ പറയാൻ പറ്റുമോ. അപ്പോൾ നമുക്കിനി കണ്ടുമുട്ടി വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഗൈസ്, ഞാനെൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി. ഇത് ഞങ്ങളുടെ അലമാരയാണ് കേട്ടോ. ബോറായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ക്ഷമിക്കുക, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും പറയാനില്ല. കാരണം ഇവിടെ ഇത്രയൊക്കെയുള്ള സെറ്റപ്പേ ഉള്ളൂ. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. അതായിരിക്കും നന്നാവുക. കാരണം എൻ്റെ മുഴുവൻ പേരെന്താ, എൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാണ്, ഈ വക ക്വസ്റ്റ്യൻസ് കുറേ പേര് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു സെൽഫ് ഇൻട്രോ പറയുകയാണെങ്കിൽ ഇതിനുള്ള എല്ലാ ആൻസേഴ്സും എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് അതിന് ആൻസർ പറഞ്ഞ് മെനക്കേടാണ്, ടൈമും വേസ്റ്റാണ്. അപ്പം എൻ്റെ മുഴുവൻ പേര് അശ്വതി AV എന്നാണ്. AV ഞങ്ങളുടെ വീട്ടുപേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സാണ് AV. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോട് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഫറൂഖ് കേട്ടോ. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ, പിന്നെ ഞങ്ങളുടെ ഒരു പട്ടിക്കുട്ടി. ഞങ്ങൾ 5 പേരാണ്. എന്നെ കൂടെ കൂട്ടിയിട്ട് പട്ടിക്കുട്ടീനെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ 6 പേരാണുള്ളത്. പിന്നെ എൻ്റെ അഡ്രസ്സ് വേണ്ട, അഡ്രസ്സ് പറയുന്നില്ല. നിങ്ങളെൻ്റെ വീടൊക്കെ അന്വേഷിച്ച് തന്നാലോ? പിന്നെ ഞങ്ങൾക്ക് നിൻ്റെ വീട് അന്വേഷിച്ച് തരലല്ലേ അല്ലേ? അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പറയുന്നില്ല. എൻ്റെ അനിയത്തീൻ്റെ പേര് ആരതി. അവൾ പോളിടെക്നിക് ഇപ്പം 2nd ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ നായ്ക്കുട്ടീൻ്റെ പേര് ജൂഡി.
ഞാൻ പെറ്റ് ലവർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പെറ്റ് ലവർ ഒന്നല്ല, പക്ഷെ നായ്ക്കുട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നായ്ക്കുട്ടി ഏതാ ബ്രീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരൊന്ന്. മിൻപിന്നാണ്, മിനി പിക്ചറാണ് ബ്രീഡ്. നായ്ക്കുട്ടീൻ്റെ പേര് ജൂഡി. പേര് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മുന്നേ വേറൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് പിങ്കി. ബ്രീഡ് ഡാഷ് ആയിരുന്നു. നായ്ക്കുട്ടികളെ പറ്റിയൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർ ചോദിക്കും ഇവളെന്ത് തേങ്ങ പറയണേ അല്ലേ. ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തു. CCA എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്ന് ഇവ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ തോറ്റിട്ടില്ല കേട്ടോ. കാരണം റിസൾട്ട് വന്ന് വെറുതെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തോറ്റിട്ട് വെറുതെ ഇരിക്കുകയാണെന്ന്. അല്ല, റിസൾട്ട് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെറുതെ ഇരിക്കുകയാണ്. ഞാൻ പാസ്സായി ശരിക്കും. പിന്നെ ഡിഗ്രി ചെയ്തത് മുക്കം MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഡിഗ്രിക്ക് BA എക്കണോമിക്സ് ആണ് എടുത്തത്. +2 ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. +2 ചെയ്തത് ബേപ്പൂർ ഹൈസ്കൂളിലാണ്. പിന്നെ 10th ഇവിടെ ഫറൂഖ് ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 10th ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചി മാരീഡ് ആണോ, ലവർ ഉണ്ടോ? ഇതുപോലെ കുറേ പേര് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ മാരീഡ് അല്ല, പക്ഷെ ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ കമ്മിറ്റഡ് ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷം ആവാനായി. റിലേഷൻ്റെ കാര്യം വീട്ടിലറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര്. വീട്ടിലറിയാം. കാരണം വീട്ടിലറിയില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറയില്ലല്ലോ അല്ലേ. വീട്ടിലറിയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 1 man ഷോ നിർത്തി ഗ്രൂപ്പായിട്ട് സീരീസ് ചെയ്തൂടെ? നല്ലൊരു ഐഡിയ ആണ്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടമായി. എനിക്കങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിൽ എനിക്കൊരു ഹസ്ബൻഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു കസിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് പറ്റി 2 പേരെ ഈ ചോദ്യം ചോദിച്ച ആളിങ്ങോട്ട് വിടുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് സീരീസ് നല്ല പൊളപ്പനായി ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആളെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇവിടെ ഉള്ള ഒരാളെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. ആൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനോടോ വീഡിയോ ആക്ട് ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ലാത്തൊരു പ്രത്യേക തരം വ്യക്തിയാണ്. എന്തിനേറെ പറയുന്നു, മോളെ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ പോലും ചെയ്തു തരില്ല. പിന്നെ എങ്ങനെ ഞാൻ അവളെ സീരീസിലേക്ക് കൊണ്ടുവരും? വളരെ പരിതാപകരമാണ് അവസ്ഥ. കഴിയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ അനിയത്തിയെ കൂടെ കാണിക്കാം. വരുമൊന്നുമില്ല, എന്നാലും വിളിച്ചു നോക്കാം വെറുതെ. അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? എനിക്കങ്ങനെ ഫേവറേറ്റ് ഫുഡൊന്നുമില്ല, പക്ഷെ കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ്റെ എല്ലാ ഐറ്റംസും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഷവർമ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എല്ലാ മീനും കഴിക്കും. മീൻകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുളകിട്ട മീൻകറി. ആഹാ. ചിലർ ഈ വലിയ മീനൊന്നും കഴിക്കില്ല. ചിലർ ചെറിയ മീനും കഴിക്കില്ല. ചിലർ കറി വെച്ച മീൻ കഴിക്കില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എന്തും പോകും. പിന്നെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. പിന്നെ ടൊവിനോനെ ഇഷ്ടമാണ്. ഇവർ 2 പേരുമാണ് മെയിൻ. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകും. തമിഴിലാണെങ്കിൽ വിജയ് സേതുപതിനെ ഇഷ്ടമാണ്. ശിവകാർത്തികേയനെ ഇഷ്ടമാണ്. ചേച്ചിയുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? ഫേവറേറ്റ് പ്ലേസ് മണാലി. ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മണാലിയിൽ ഇതുവരെ പോയിട്ടൊന്നുമില്ല കേട്ടോ. പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ മഞ്ഞിലൂടെയൊക്കെ നടന്ന് മഞ്ഞൊക്കെ വാരി എറിഞ്ഞ് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ പോവും. ഈ ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഏജ് എത്രയാണ്? ഏജ് ഞാൻ എന്തായാലും പറയാം. കാരണം
ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും എന്നെ ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കണേ. അപ്പോൾ ഞാൻ വയസ്സ് പറയാം, വയസ്സ് പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്നെ ചേച്ചിന്ന് വിളിക്കണോ അതോ വേറെ വല്ലതും വിളിക്കണോന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പെൺകുട്ടികളോട് അങ്ങനെ വയസ്സ് ചോദിക്കാൻ പാടില്ല എന്ന് ഒരു ശാസ്ത്രമുണ്ട്. പെൺകുട്ടികളോട് വയസ്സും ആൺകുട്ടികളോട് സാലറിയും ചോദിക്കാൻ പാടില്ല. അറിയോ? ഏജ് 23 ആണ്. തീരുമാനിച്ചോട്ടോ ഇനി എന്ത് വിളിക്കണമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, സിനിമയിൽ അവസരം ലഭിച്ചാൽ പോകുമോ? ആരുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? ഞാനങ്ങനെ വലിയൊരു സിനിമാ ഭ്രാന്തി ഒന്നല്ല. സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹം വെച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരാളൊന്നല്ല. ഞാൻ സിനിമ കാണുന്നതൊക്കെ കുറവാണ്. പക്ഷെ ഇൻ കേസ് ഒരു അവസരം ലഭിച്ചാൽ ഞാൻ തട്ടിക്കളയില്ല, പോവും. പിന്നെ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? വല്ല ടോവിനോയോ? അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. മോഡേൺ ഓർ ട്രഡീഷണൽ? എന്നെ കണ്ടിട്ട് എന്താ തോന്നണേ? അതാണ് ഞാൻ. എൻ്റെ നെറ്റിയിലൊരു കുറി പോയിട്ടില്ല. ഞാൻ ട്രഡീഷണൽ ആണ്, മോഡേൺ അല്ല. ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഈശ്വര, ഇതെൻ്റെ ഏതെങ്കിലും ടീച്ചർ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഫേവറേറ്റ് ടീച്ചറൊന്നുമില്ല. കാരണം എല്ലാ ടീച്ചേഴ്സിൻ്റെയും കണ്ണിൽ ഉണ്ണിയാണ് ഞാൻ. അപ്പം പിന്നെ ഞാൻ ഒരു ടീച്ചറെ മാത്രം എടുത്തു പറയുന്നത് അത് മോശമല്ലേ? ഫേവറേറ്റ് ടീച്ചറൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്നെ കളിയാക്കി ചോദിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒരാൾ എടുത്തു തന്ന വീഡിയോ അല്ല. ഞാൻ എവിടെയെങ്കിലും ക്യാമറ സ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ ആണ് മനസ്സിലാവും. എൻ്റെ മെയിൻ ഹെൽപ്പർ എന്ന് പറയുന്നത് ഇപ്പുറത്ത് ഈ മുറ്റത്തിപ്പുറത്തൊരു മട്ടലുണ്ട്. അതാണ് എൻ്റെ മെയിൻ ഹെൽപ്പർ. ആ മട്ടലിൻ്റെ മേലെ ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഹെൽപ്പർ എന്ന് പറയുന്നത് അയ്യോ സോറി, ഇത് കാണിക്കാൻ പറ്റില്ല. ഒരു ട്രൈപോഡ് ഉണ്ട്. ആ ട്രൈപോഡ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ലവർ എനിക്ക് മേടിച്ചെന്നതാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഹെൽപ്പർ, വീഡിയോ എടുക്കാനുള്ള ഹെൽപ്പർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീരീസ് ഐഡിയാസ് ഒക്കെ സ്വന്തമാണോ? കണ്ടന്റുകൾ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളതാണോ? കണ്ടന്റുകൾ റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഞാൻ തന്നെ ഇമാജിൻ ചെയ്തിട്ടുണ്ടാക്കുന്ന കണ്ടന്റുകളാണ് പലതും. പിന്നെ ഐഡിയാസ് സ്വന്തം എന്ന് പറയാൻ പറ്റൂല. കാരണം സ്റ്റോറി എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ നമുക്ക് ചാടി കയറിയിട്ട് എൻഡിലേക്ക് എത്തിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണ്ടേ. അപ്പം ആ ചില കാര്യങ്ങൾ കിട്ടാതെ ഞാൻ ചില സമയത്ത് സ്റ്റക്കായി പോവാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലവറുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് എന്താ ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പം ഐഡിയാസ് കുറച്ച് അവരുടെയാണ്, ബാക്കി എൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ലാസ്റ്റ് ടൈം യു ലൈഡ്? ഞാൻ കള്ളമൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ അവസാനമായിട്ട് കള്ളം പറഞ്ഞത് എപ്പോഴാണെന്ന്. ഒരു അവസരം കിട്ടിയാൽ, എന്തെങ്കിലും അവസരം വന്നാൽ ഞാൻ കള്ളം പറയാറുണ്ട്, സത്യം പറയാലോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് പറഞ്ഞത് പറഞ്ഞുതരാം. ഈ യൂട്യൂബിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടേ നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇതിൽ സബ്മിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ്. ഈ രണ്ട് സാധനങ്ങളും എനിക്കില്ല. അപ്പം ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് ലൈസൻസ് എടുക്കുന്നത് നടക്കൂല. പിന്നെ പാൻ കാർഡാണ്. അപ്പോൾ പാൻ കാർഡ് പോയി എടുത്തു.
അത് ഇതിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാൻ കാർഡ് ആദ്യം സ്കാൻ ചെയ്യണം. അപ്പം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തി ഫറൂഖ് പോയി, ഇവിടെ ടൗണിൽ പോയി. അപ്പം പോണതിൻ്റെ മുമ്പ് അമ്മേൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങി. അമ്മ 200 രൂപ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് എത്രയാന്ന് വെച്ചാൽ നോക്കി കൊടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 200 രൂപയായിട്ട് പോയി. സ്കാൻ ചെയ്യാൻ ആകെ 30 രൂപയായിട്ടുള്ളൂ. ബാക്കി പൈസയ്ക്ക് ഞങ്ങൾ ഷവർമയും ജ്യൂസും കഴിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു എത്രയായി സ്കാൻ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു 150 രൂപയായി. സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ, 150 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു ബാക്കി 50 രൂപ ഇവിടെ, അതെൻ്റെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതായിരിക്കും ഞാൻ അവസാനമായിട്ട് കള്ളം പറഞ്ഞത്. ഇതിലും വലിയ വലിയ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് പറഞ്ഞത് ഇതായി. ഇനി ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. ഇതെൻ്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ സോറി അമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട് ഡ്രസ്സ് ഇടാൻ താല്പര്യമുണ്ടോ? നീ താല്പര്യമുണ്ട്. എനിക്കിഷ്ടമാണ് ഷോർട്ട് ഡ്രസ്സ് ഇടാനും ഇഷ്ടമാണ്. അത് ബാക്കി മറ്റുള്ളവർ ഇട്ട് കാണാനും ഇഷ്ടമാണ്. സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമാണ്, ഇട്ട് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഇടുന്നില്ല. സീരീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ടിക്ടോക്കുള്ള സമയത്ത് ഞാൻ ടിക്ടോക്ക് ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ ഡയലോഗ്സോ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് എനിക്ക് കൂടിപ്പോയാൽ ഒരു 10 ലൈക്കാണ് അന്ന് കിട്ടിയത്, തുടങ്ങിയ സമയത്ത് കിട്ടിയിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ടിക്ടോക്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഏട്ടൻ ഇതുപോലെ സീരീസ് ചെയ്തത് ഞാൻ കണ്ടു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് നല്ല പരിപാടിയാണല്ലോ, എനിക്കും ചെയ്താലെന്താ എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇത് ആലോചിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സീരീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ പാട്ടെന്തോ ചെയ്ത സമയത്ത് അതങ്ങോട്ട് കയറി റീച്ചായി. എനിക്ക് 4000 ലൈക്ക് എങ്ങാനും കിട്ടി. അതോടുകൂടെ എൻ്റെ അക്കൗണ്ടിന് ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി, കുറേ ഫോളോവേഴ്സ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറേ ഫോളോവേഴ്സിനൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സീരീസ് തുടങ്ങി. ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ പറഞ്ഞൊരു, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സീരീസ്. അതിലെനിക്ക് 70Kയുടെ മേലെയൊക്കെ ഓരോ എപ്പിസോഡിനും ലൈക്ക് കിട്ടാനൊക്കെ തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 3 ലക്ഷം ഫോളോവേഴ്സായി. അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പുതിയൊരു സീരീസ് തുടങ്ങി. അത് ഞങ്ങളുടെ ലവ് സ്റ്റോറി ആയിരുന്നു കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം ടിക്ടോക്ക് ബാൻ ചെയ്തു. അങ്ങനെ ടിക്ടോക്ക് പിന്നെ മറന്നു. അതിന് ശേഷം കുറേ പേര് എനിക്ക് പിന്നെ ഫുൾ ഇൻസ്റ്റയിലായി കളി. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ചേച്ചി തുടങ്ങി വെച്ച സീരീസ് ഇതിൽ കണ്ടിന്യൂ ചെയ്യുമോ, ഇൻസ്റ്റയിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ സീരീസ് ചെയ്യാനുള്ള കാരണം സത്യം പറഞ്ഞാൽ ഇതാണ്, ടിക്ടോക്കാണ് സീരീസ് ചെയ്യാനുള്ള കാരണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലവറുമായി വഴക്കിട്ട് പോവാറുണ്ടോ? ആരാ ആദ്യം സെറ്റാകാൻ വരുന്നത്? മദന എപ്പിസോഡ് പോലെ പൊസസീവ് ആണോ ലവർ? ലവറായിട്ട് വഴക്കിടാറുണ്ട്, അധിക ദിവസവും വഴക്കിടാറുണ്ട്. ആദ്യം സെറ്റാവാൻ വരുന്നത് പുള്ളി. ഞാൻ സെറ്റാകാൻ പോവാറില്ല. കുറച്ച് ദേഷ്യവും വാശിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ദേഷ്യം പിടിച്ച് വാശി കാണിച്ച് നിൽക്കും. ഏട്ടൻ തന്നെയാണ് എപ്പോഴും സെറ്റാകാൻ വരുന്നത്. പൊസസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഓവറല്ലെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ പൊസസീവാണ്. ഓവറായാൽ അമൃതമായാൽ അമൃതം അല്ല ചെയ്യുമ, അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. വലിയ പൊസസീവ് എന്നല്ലെങ്കിലും പൊസസീവാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യമാണോ? ആണെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ ഇഷ്ടമാണ്, ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, പിന്നെ സീരീസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ,
നല്ല ക്വസ്റ്റ്യനാണ്. താൻ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അച്ഛനെയും അമ്മയെയും കാണിക്കുമ്പോൾ എന്താണ് അവരുടെ റിയാക്ഷൻ? സത്യം പറയാലോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞിനെ പോലും കാണിക്കാറില്ല. പ്രത്യേകിച്ച് അച്ഛനെയും അമ്മേനെയും തീരെ കാണിക്കാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ കാണിച്ചാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക്, അമ്മേ നോക്കി ഞാൻ ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തെന്ന് വിചാരിക്കും. അമ്മ ഇത് തന്നെയായിരിക്കും അച്ഛന്. അടുത്ത ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നു എൻ്റെ ഈ ചിരിച്ച മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വേറൊരു മുഖമുണ്ട്, ദേഷ്യം വന്നാലുള്ള മുഖം. അതങ്ങനെ വരുത്താറില്ല. പക്ഷെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ കൺട്രോൾ വിട്ടുപോകും. എന്ത് ചെയ്യും, ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും എന്നതിപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു മീൻസ് തെറിയൊന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒച്ചത്തിൽ ഷൗട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യും. അത് സന്ദർഭത്തിനനുസരിച്ചിരിക്കും. ഒരു ഡേയിൽ തന്നെ ഏറ്റവും യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? അമ്മേ അമ്മേ അമ്മ എന്നായിരിക്കും. ക്യാരക്ടറിൽ ഇത് ശരിയല്ല, മാറ്റണം എന്ന് തോന്നിയ കാര്യം? ദേഷ്യം തന്നെ ആയിരിക്കും. ദേഷ്യം. അടുത്തത് മടി. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, ദേഷ്യം കുറയ്ക്കണം, കൺട്രോൾ ചെയ്യണമെന്ന്. പക്ഷെ കഴിയാറില്ല, പറ്റാറില്ല. ദേഷ്യം പിടിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ മടി. ഞാൻ ഭയങ്കര മടിച്ചിയ. കിടക്ക കണ്ടാൽ അപ്പം ഞാൻ കിടക്കല്ല ചക്ക വെട്ടിയിട്ട മാതിരി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റുള്ളവരിൽ ഏറ്റവും കൂടുതൽ ഏത് ക്യാരക്ടറാണ് അട്രാക്റ്റ് ആവുന്നത്? അതായത് എനിക്ക് വേറൊരാളെ കാണുമ്പം അയാളുടെ എന്ത് ക്യാരക്ടറാണ് പെട്ടെന്ന് എനിക്ക് അട്രാക്റ്റ് ആവുന്നത്? അതല്ലേ ക്വസ്റ്റ്യൻ? ആണോ? ഞാൻ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയണത്, വേറൊരാളെ കാണുമ്പോൾ പെട്ടെന്ന് മിങ്കിളാവുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടല്ലേ. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് വട പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരാളാണെങ്കിൽ പെട്ടെന്ന് അത് അട്രാക്റ്റ് ആവും. മനസ്സിലായോ? ഇത് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണോ എന്നാണ് എനിക്ക് ഡൗട്ടാണ്. അതാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതൊക്കെ ഞാൻ പറയണേ. റബിനെ ബനാത്തി ജോഡി ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണോ? ആ സീരീസ് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണോ എന്നല്ലേ? അല്ല. അതിന് എൻ്റെ മെയിൻ പങ്ക് എൻ്റെ ഏട്ടനാണ്. ഏട്ടൻ മീൻസ് ലവർ. അമ്മ അച്ഛൻ സപ്പോർട്ടാണോ? അതായത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ സപ്പോർട്ടാണോ എന്നല്ലേ? അല്ല. സപ്പോർട്ടും അല്ല, എതിരും അല്ല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിനും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്നിനല്ല, ഈ വീഡിയോൻ്റെ കാര്യത്തിൽ അവർ എനിക്കൊരു സപ്പോർട്ടും തരുന്നില്ല. പക്ഷേ വീഡിയോ ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞ് എന്നെ എതിർക്കുന്നുമില്ല. ന്യൂട്രലാണ്, ന്യൂട്രൽ. ചേച്ചി വീഡിയോ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും റിയാക്ഷൻ? ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതുവരെ എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. അതാണ് സത്യം. കാരണം അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അപ്പം അവർ വീട്ടിലുണ്ടാവാറില്ല. അവരുള്ള സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറില്ല. അതാണ് ഞായറാഴ്ച ഞാൻ സീരീസ് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഞായറാഴ്ച അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കൂല. കൂടുതൽ സപ്പോർട്ട് ആരാ? ലവർ. ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ നാട്ടിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് വിസ്മയ, ശില്പ. ഇവർ രണ്ടുപേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്. കോളേജിൽ ബെസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാൻ.
ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവരാണ് പറയുക. വിസ്മയ, ശില്പ. മാരേജ് ഉടനെ കാണുമോ? അറിയില്ല. ചാനൽ തുടങ്ങിയപ്പോൾ ആരേലും കളിയാക്കിയോ? പിന്നെ ഞങ്ങൾക്ക് +2 ഒരു ഗ്യാങ് ഉണ്ട്. ഗ്യാങ്ങിൻ്റെ പേര് വാസന എന്നാണ്. അതിൽ സോറി, എനിക്ക് പെട്ടെന്നൊരു തെറി വന്ന് വായയിൽ, അത് പറയുന്നില്ല. എല്ലാവരും കളിയാക്കി, പക്ഷെ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. കളിയാക്കുകയും ചെയ്യും, പിന്നെ ഞാൻ ബെറ്റർ ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുതരും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഞാൻ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ട് അല്ല, ഞാൻ എക്സ്ട്രോവേർട്ടാണ്. അത് വെച്ചാൽ ഞാൻ തുറന്ന പുസ്തകമൊന്നുമല്ല കേട്ടോ. എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ആരുടെങ്കിലും എടുത്ത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും എല്ലാവരുടെ അടുത്തും. ആരുടെങ്കിലും ഒരാളുടെ അടുത്ത് പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. രഹസ്യങ്ങളൊന്നുമില്ല. ലവ് സ്റ്റോറി പറയാമോ? പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇതിൽ പറഞ്ഞാലേ നിങ്ങൾ ഇന്നത്തെ ദിവസം മൊത്തം എൻ്റെ വീഡിയോ കണ്ടിരിക്കണം. ലവ് സ്റ്റോറി കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അതാണ് നന്നാവുക. സാന്ത്വനം സീരിയൽ കാണാറുണ്ടോ? സാന്ത്വനം മാത്രമല്ല, ഞാൻ ഒരു സീരിയലും കാണാറില്ല. വീട്ടിലാരും കാണാറില്ല കേട്ടോ, സത്യം. നിക് നെയിം എന്താണ്? എനിക്ക് നിക് നെയിം ഒന്നുമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് അശ്വതി തന്നെയാണ് വിളിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ ഇൻസ്റ്റാഗ്രാമിൽ അശ്വതി അച്ചു 296 എന്നൊക്കെ കൊടുത്തത്? അച്ചു ആരാണെന്ന്. അച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇട്ട പേരാണ്. അത് എനിക്ക് വേണ്ടപ്പെട്ട ചിലർ മാത്രമേ വിളിക്കാറുള്ളൂ അച്ചുന്ന്. വീട്ടിൽ നിന്ന് അശ്വതിയേന്ന് നീട്ടി വിളിക്കും. വീട്ടിൽ നിക് നെയിം ഒന്നുമില്ല. ഇനിയുള്ള ക്വസ്റ്റ്യൻസേ ആൻസർ ഇങ്ങനെ ഒറ്റ വാക്ക് പറയാനുള്ള ആൻസേഴ്സ് ഒന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. അപ്പം അതും കൂടെ ഞാൻ ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി. അപ്പം അതും കൂടെ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ ബോറടിച്ച് പണ്ടാറടങ്ങും. അതുകൊണ്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ കുറേ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരാൾ ചോദിച്ചില്ലേ ലവ് സ്റ്റോറി പറയാമോ എന്നൊക്കെ. ലവ് സ്റ്റോറിയൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ അവസാനിക്കില്ല. അപ്പം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. വ്ളോഗ്സ് ഒന്നും ചെയ്ത് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ അങ്ങോട്ട് ക്ഷമിക്കുക, സഹിക്കുക. അപ്പം ഇനി എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? സപ്പോർട്ടേഴ്സിന് സത്യം പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ മതിയാവൂല. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് യൂട്യൂബ് നിലനിന്ന് പോണത്. എൻ്റെ കാര്യം കേട്ടോ. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അവസാനിപ്പിക്കുകയാണേ. ബൈ, ടാറ്റാ. എന്താ സൗണ്ട്?